السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. صدق الله مولانا العظيم. من أراد أن تستجاب دعوته وأن تكشف كربته فليفرج عن معسر. صدق رسوله الأمين. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ളവരെ, ഏതാനും ആഴ്ചകളായി പലിശയുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ നിയമാവലികളും താക്കീതുകളും മുന്നറിയിപ്പുകളും പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം ആധാരമാക്കിക്കൊണ്ട് നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശ എന്താണ്, ഏതെല്ലാം വിധത്തിൽ പലിശയിൽ ചെന്ന് പതിക്കും, എത്രമാത്രം വലിയ അപരാധമാണത് ഇസ്ലാമിക വീക്ഷണത്തിൽ, അതിൻ്റെ ഐഹികവും പാരത്രികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നാം ഇവിടെ പറഞ്ഞത്, വിശദീകരിച്ചത്. ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയ അന്ന് നിങ്ങളോട് സൂചിപ്പിച്ചു, പരിശുദ്ധ ഖുർആനിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ വളരെ സ്പഷ്ടവും വ്യക്തവുമായി കാര്യകാരണസഹിതം ഒരു ന്യായവും പറയാൻ പറ്റാത്ത വിധത്തിൽ അത് പൈശാചികമാണ്, അത് ക്രൂരതയാണ്, അത് അനീതിയാണ്, പാവപ്പെട്ടവനെ ദ്രോഹിക്കലാണ്, ഇതെല്ലാം മനസ്സിലാകും വിധത്തിൽ വിശദമായി അല്ലാഹു ഈ കാര്യം അവതരിപ്പിച്ച ഭാഗം സൂറത്തുൽ ബഖറയുടെ 274 മുതൽ 281 വരെയുള്ള 8 ആയത്തുകളാണെന്ന് പറഞ്ഞു. ആ 8 ആയത്തുകളിൽ നിന്ന് ഈ 3-4 ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ 3 ആയത്തുകളാണ്. മൊത്തം 8 ആയത്തുകൾ അല്ലാഹു ഈ വിഷയത്തെക്കുറിച്ച് അല്ലാത്ത ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് കൃത്യമായി കാര്യകാരണ സഹിതം വിശദീകരിച്ച ഭാഗമാണ് ഈ പറയുന്നത്. ബഖറയുടെ 274 മുതൽ 281 വരെയുള്ള വചനങ്ങൾ. 3 ആയത്തുകൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ, വിവരിച്ചപ്പോൾ തന്നെ നമുക്ക് വേണ്ടതൊക്കെ അതിനകത്തുണ്ട്. ആ 3 ആയത്തിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം വെളിവും ബോധവും ഒരു ഇച്ചിരി ഈമാനിന്റെ കണികയുമുള്ള ഒരു മുസൽമാനാണെങ്കിൽ
ആ മേഖലയിൽ നിന്ന് രാജിയായി തൗബ ചെയ്ത് സംശുദ്ധ ജീവിതം ശിഷ്ടകാലം നയിക്കാൻ പര്യാപ്തമായ ഉത്ബോധനങ്ങൾ ഈ 3 ആയത്തിൽ തന്നെ യഥേഷ്ടമാണ്, എമ്പാടുമാണ്. പക്ഷെ അള്ളാഹു അവിടെ നിർത്തുന്നില്ല, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു. 277 ആയത്ത്, ഈ 3 ആയത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത ആയത്ത് 277 ആയത്തിൽ അള്ളാഹുവിന്റെ ആഹ്വാനം, നിങ്ങൾ ഈ പലിശ ഇടപാടിൽ നിന്നൊന്നു രാജിയാകൂ, ആ മേഖലയിൽ നിന്ന് നിങ്ങളൊന്ന് ഒഴിഞ്ഞു വരൂ, എന്നിട്ട് നിങ്ങളൊന്ന് സത്യസന്ധരായി നല്ലവരായി ജീവിക്കൂ, എങ്കിൽ അതിന്റെ നേട്ടം എന്ത് എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വഅഖാമുസ്സലാത വആതവുസ്സകാത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദ്യത്തെ 3 ആയത്തിൽ എന്ത് പറഞ്ഞു? അതിനുള്ള ശിക്ഷ പറഞ്ഞു. ഇത് എത്ര വലിയ കുറ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് തുടർന്ന് അള്ളാഹ് പറയാം, നിങ്ങൾ ആ മേഖലയിൽ നിന്നൊന്ന് ഞാൻ വിളിക്കുന്ന ഭാഗത്തേക്ക് വാ, എന്നിട്ട് അങ്ങനെ ഒന്ന് ജീവിച്ച് കാണിക്ക്, അതിന്റെ നേട്ടം എന്താണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസം ക്ലിയറാക്കിയ സത്യവിശ്വാസികൾ, കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത, പുഴുക്കുത്തില്ലാത്ത, നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഈമാൻ ആർജിച്ചെടുത്തവർ ആരോ, സത്യവിശ്വാസം സ്വീകരിച്ചവരാരോ, വഅമിലുസ്സാലിഹാത്ത്, വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ ആചരിക്കുന്ന വിഭാഗം. എന്നിട്ട് ആ സൽക്കർമ്മങ്ങളിൽ നിന്ന് പ്രത്യേകമായ 2 സൽക്കർമ്മങ്ങളെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതാണ് വഅഖാമുസ്സലാത വആതവുസ്സകാത. ഈമാനിനു ശേഷം പ്രത്യേകിച്ചും ഇഖാമത്തുസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുക. അത് അടിമയും ഉടയ തമ്പുരാനും തമ്മിലുള്ള ബന്ധമാണ്. അസ്സലാത്തു മുനാജാത്തും മഅൽ ഹഖി മഅ ഹുദൂരിൽ ഖൽബി മുൻഫസിലൻ അമ്മാ സിവാ. ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധമാണ്. എപ്പോഴെങ്കിലും തോന്നുമ്പോ നിസ്കരിക്കലല്ല. ഇഖാമത്തുസ്സലാ, നിസ്കാരം നിലനിർത്തുക. വആതവുസ്സകാത, സമ്പത്തിന്റെ നിർബന്ധ ബാധ്യതയായ സകാത്ത് 2.5% അർഹർക്ക് കൊടുക്കുക. നിങ്ങൾ ഈ മേഖലയിലേക്ക് വാ, ഈമാൻ ക്ലിയറാക്കിയിട്ട് പറ്റുന്നത്ര നന്മ ചെയ്ത് നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. എങ്കിൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതിന്റെ കൂലിയുടെ കണക്കല്ല പറയുന്നില്ല. എന്താണ് അതിന് കൊടുക്കുന്നത് എന്ന് കൃത്യമായി എണ്ണവും വണ്ണവും പറയുന്നില്ല. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് വേണ്ടുന്ന പ്രതിഫലം, കൂലി അവരുടെ നാഥന്റെ പക്കൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണോ വേണ്ടത്? കയ്യും കണക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കയ്യും കണക്കും ഒന്നുമില്ല. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ സമക്ഷത്തിങ്കൽ അവർക്ക് വേണ്ട കൂലി, എന്ത് കൂലിയാണോ വേണ്ടത് അത് ഒരുക്കി വച്ചിരിക്കുന്നു. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിടത്തും ബേജാറാകേണ്ട കാര്യമില്ല, ഒരിടത്തും ഭയാശങ്കകൾക്ക് വകയില്ല. വലാഹും യഹ്സനൂൻ, അവർക്കൊരു ലോകത്തും ഒരു സന്ദർഭത്തിലും ഒരു ഘട്ടത്തിലും ദുഃഖിക്കേണ്ടി വരില്ല, ടെൻഷൻ അടിക്കേണ്ടി വരില്ല. മരിച്ചുപോയിട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ,
അത് മരിച്ചു നിന്നിട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയും പേടിക്കേണ്ട, ദുനിയാവിലും ഭയം വേണ്ട, ടെൻഷൻ വേണ്ട, ഖബറിലും വേണ്ട, മഹ്ശറയിലും വേണ്ട, പരലോകത്തും പേടി വേണ്ട, ടെൻഷൻ വേണ്ട. അവർ പരമാനന്ദത്തോടെ ജീവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. തെറ്റായ ക്രയവിക്രയങ്ങളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന് രാജിയായി അള്ളാഹു വിളിച്ച ഈ ഈമാനിന്റെ നന്മയുടെ മേഖലയിലേക്ക് വന്ന ആളുകൾക്കുള്ള ഓഫറാണ് ഈ പറഞ്ഞത്. അതേ അള്ളാഹു വെറുത്ത, അള്ളാഹു വിലക്കിയ പലിശക്കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് വളരാനാവുകയില്ല, ഉയരാനാവുകയില്ല, സമ്പാദിക്കാനാവുകയില്ല, വിജയിക്കാനും രക്ഷപ്പെടാനുമാവുകയില്ല, സമാധാനത്തോടെ ജീവിക്കാനും സാധ്യമേ അല്ല. സമാധാനവും വിജയവും ഉയർച്ചയും വളർച്ചയും വേണോ? 4 കാര്യങ്ങളാണ് വേണ്ടത്. 1 ഈമാൻ, 2 അമലുസ് സ്വാലിഹാത്ത്, 3 ഇഖാമത്തുസ് സ്വലാത്ത്, 4 ഈതാഉസ് സക്കാ. ഈ 4 കാര്യങ്ങളെ കൊണ്ടേ സാധിക്കൂ. ഇത്ര പറഞ്ഞ അള്ളാഹു ഇപ്പൊ 8ൽ നിന്ന് 4 ആയത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അള്ളാഹു ഉപദേശിക്കുകയാണ് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്. ഒരായത്തിൽ എവിടെ ഒന്നൊന്നല്ല, തുടരെ തുടരെ ഭീഷണിയോടെ, താക്കീതോടെ, മുന്നറിയിപ്പോടെ, മോഹന വാഗ്ദാനങ്ങളോടെ, സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട്, താക്കീത് നൽകിക്കൊണ്ട് അള്ളാഹു ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആയത്ത് നോക്ക്, സൂറത്തുൽ ബഖറ 278 ആയത്ത് നോക്ക്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ-റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. യാ അയ്യുഹല്ലദീന ആമനു, ശ്രദ്ധിക്കണേ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലും റസൂലിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കുന്ന സമൂഹമേ, നിങ്ങളുടെ ഈ ഈമാൻ നിങ്ങൾക്ക് ഫലിക്കണമെങ്കിൽ, നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങളുടെ കൽബകങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ പിറകെ പറയുന്ന കാര്യം പാലിച്ചേ പറ്റൂ. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടൊരു നിർദ്ദേശം തരുമ്പോൾ നിങ്ങളെ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ, മരണം വരെ നെഞ്ചകത്തത് സുസ്ഥിരമായി നിൽക്കാൻ, പരലോകത്തും ദുനിയാവിലും അതിന്റെ നേട്ടം കിട്ടാൻ പിറകെ പറയുന്ന കാര്യം നിബന്ധന പാലിക്കണം എന്നതാണ് ഇതിന്റെ ആശയം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സത്യവിശ്വാസം ഈമാൻ നിലനിൽക്കണമെങ്കിൽ, അത് ഫലിക്കണമെങ്കിൽ, അതുകൊണ്ടുള്ള നേട്ടം ഇഹത്തിലും പരത്തിലും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇത്തഖുല്ലാഹ്, നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും മേഖലയിൽ മാത്രം തഖ്വ പോരാ. കച്ചവടത്തിൽ, ഇടപാടിൽ, നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെയും അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇത്തഖുല്ലാഹ്, പലിശയുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ ഭയക്കണേ. ഇവിടെ തന്നെ ഇത്തഖുല്ലാന്റെ അർത്ഥം സന്ദർഭത്തിൽ നിന്നാണല്ലോ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പലിശയുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയക്കണേ. തീർന്നില്ല, വദറൂ മാ ബഖിയ മിനർ-റിബാ, പലിശ വകയിൽ, പലിശ ഇനത്തിൽ ആരിൽ നിന്നെങ്കിലും എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ബാക്കി വല്ല തുകയും ഇനി ലഭിക്കാനുണ്ടെങ്കിൽ, കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കണേ. അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കണേ. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ വെട്ടിമാറ്റി ഉപേക്ഷിച്ച് കളയണമേ. വദറൂ മാ ബഖിയ മിനർ-റിബാ, പലിശ വകയിൽ വല്ലതും ബാക്കി നിങ്ങൾക്ക് ഇനി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളത് ഉപേക്ഷിച്ച് കളയണമേ. ഇൻ കുൻതും മുഅ്മിനീൻ,
ആദ്യം മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് ഈ ഉപദേശം തുടങ്ങിയത്. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നതോ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഈ പറഞ്ഞതനുസരിക്കണം. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ ഈ പറയുന്നതനുസരിക്കണം. പിന്നെ നിങ്ങൾ മുഅ്മിനീങ്ങളല്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ആരാകാം? സത്യവിശ്വാസി അല്ലെങ്കിൽ പിന്നെ ആരാകാം? ഒന്നുകിൽ കാഫിറാകാം, അല്ലെങ്കിൽ മുശ്രിക്കാകാം, അല്ലെങ്കിൽ മുനാഫിക്കാകാം. ഈ 3 ഗ്രൂപ്പിലെ മെമ്പർമാരാണ്, അതിന്റെ വക്താക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് വർത്താനല്ല. അല്ലാഹു പറയാ, നിങ്ങളോട് സംസാരമല്ല എനിക്ക്, നിങ്ങൾ നേരിടാനുള്ള പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കോളൂ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പടച്ചമ്പുരാൻ പറയാ, എന്താ അനുസരിക്കേണ്ടത്? പലിശ വകയിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. വദറൂ മാ ബഖിയ മിനർ റിബ, റിബയിൽ നിന്ന് പലിശയിൽ നിന്ന് വല്ലതും ഇനി ബാക്കി കിട്ടാനുണ്ടെങ്കിൽ വദറൂ, നിങ്ങളത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ഇൻ കുന്തും മുഅ്മിനീൻ, അകത്ത് ഇച്ചിരി ഈമാന്റെ വെളിച്ചുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കേൾക്കണം. ഇല്ലെങ്കിൽ പിന്നെ വർത്താനല്ല, പിന്നെ നടപടിയുള്ളൂ. ഈ ആയത്തിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ നമ്മൾ പലിശ ഇടപാടിൽ നിന്ന് സമ്പൂർണമായി രാജിവെച്ച് വരണം എന്നാ പറയുന്നത്. ഈമാൻ സംരക്ഷിക്കപ്പെടാൻ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം തഫ്സീറുകളിൽ കാണുന്നുണ്ട്. എങ്ങനെയാണത്? സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ബനു അംർ, അവർ മുതലാളിമാരാ, അംറിന്റെ മക്കള്. മറ്റൊരു കബീലക്കാരായ ഗോത്രക്കാരായ ബനുൽ മുഗീറക്ക് പലിശക്ക് പണം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്നൊരു സംഭവമാണ്. ബനു അംർ മുതലാളിമാരാണ്, ബനുൽ മുഗീറ, മുഗീറയുടെ മക്കള് ദരിദ്രരാണ്, അവർക്ക് പലിശക്ക് പണം കൊടുത്തു. എന്ന് പലിശ വിലക്കിയതിന്റെ പിറകെയല്ല, പലിശയെക്കുറിച്ച് ഖുർആൻ ശക്തമായ താക്കീത് നൽകിയതിന്റെ പിറകെയല്ല, അതിന്റെ മുമ്പ് ഇവരിൽ പലരും ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്ത് പലിശ കൊടുത്തിരുന്നു ബനു അംർ ബനുൽ മുഗീറക്ക്. ആ ഇടപാട് ഇസ്ലാമിന് മുമ്പ് നടന്ന ഇടപാടാ, പലിശന്റെ ഇടപാട്. പിറകെ ഈ 2 ടീമും ഇസ്ലാമിലേക്ക് വന്നു. ആ ഇസ്ലാമിൽ ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന കാലത്ത് സഖീഫ് ഗോത്രത്തിലെ ബനു അംർ പലിശ മേടിച്ചു പോയ ബനുൽ മുഗീറയോട് ഇടപാട് പറഞ്ഞു. പണ്ട് നമ്മൾ പലിശന്റെ ഇടപാട് നടത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ ആ പലിശ, ആ തുകയൊന്ന് വേണമല്ലോ എന്ന് ഇസ്ലാമിൽ വന്നതിന് ശേഷം ആവശ്യപ്പെട്ടു. അപ്പൊ ബനുൽ മുഗീറ പറഞ്ഞു, അതൊക്കെ അന്ധകാലത്തെ തെറ്റായ ഇടപാടല്ലായിരുന്നോ? ഇസ്ലാമിന് മുമ്പ് നമ്മൾ ഇടപെട്ട ഇടപാടല്ലേ, പലിശല്ലേ സംഭവം. അതിനെക്കുറിച്ച് അല്ലാഹു റസൂലും പറഞ്ഞത് നമ്മളൊക്കെ കേട്ടില്ലേ? 10 പൈസ വകയിൽ തരൂല എന്ന് ബനുൽ മുഗീറ സഖീഫ് ഗോത്രക്കാരോട് പറഞ്ഞു. തരൂലാർ. പ്രശ്നമായി. ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയൂലല്ലോ. ആകാശത്ത് നിന്ന് സിഗ്നൽ വന്നു, അള്ളാഹുവിൽ നിന്ന് വഹി വന്നു. എന്താണ് ആ വഹി? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. സഖീഫ് ഗോത്രക്കാരുടെ കാര്യത്തിലാണ് അത് ഇറങ്ങുന്നത്, എല്ലാവർക്കും ബാധകമാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, പലിശന്റെ കാര്യത്തിൽ അള്ളാഹനെ പേടിച്ചോളൂ. വദറൂ മാ ബഖിയ മിനർ റിബ, ആ വകുപ്പിൽ വല്ലോടത്തൊന്നും വല്ലതും കിട്ടാണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം എന്ന പ്രഖ്യാപനം കേട്ടപാടെ, നമ്മളെപ്പോലെയല്ലല്ലോ സഹാബത്ത്. ഞാൻ ഇപ്പൊ 4 വെള്ളിയാഴ്ച ഇവിടെ പറയണേ, ആ ഇടപാടുള്ളവരൊക്കെ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞ് ഉറങ്ങുക, അല്ലെങ്കിൽ കേട്ടിട്ടൊക്കെ ഉണ്ട് മുസ്ലിയാർ പറഞ്ഞോട്ടെ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുക. ഇപ്പോഴും ഉണ്ട് മനസ്സിലുണ്ട്, ഉൾക്കൊണ്ട് ആ മേഖലയിൽ നിന്ന് വേറിട്ട് പോരാൻ പ്രയാസപ്പെടുമ്പോ ഈ ഖുർആനിക പ്രഖ്യാപനം കേട്ട സ്വഹാബത്ത് പ്രഖ്യാപിച്ചു, നതൂബു ഇലല്ലാഹ് വനദറു മാ ബഖിയ മിനർ റിബാ. പടച്ചോന്റെ തീരുമാനം അങ്ങനെയാണോ? അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, തൗബ ചെയ്യുന്നു അല്ലാഹ്. വനദറു മാ ബഖിയ മിനർ റിബാ, ഞങ്ങൾക്ക് എത്ര തുക കിട്ടാണ്ടെങ്കിലും ഞങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു തമ്പുരാനെ. അപ്പൊ വല്ലതും കിട്ടാണ്ടെങ്കിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, കിട്ടിയത് ഈ നിയമം വരും മുമ്പ് കിട്ടിയതും കുടിച്ചതും തിന്നതും അഫല്ലാഹു അമ്മാ സലഫ്, അതിൽ അല്ലാഹ് മാപ്പ് നൽകും. ഇസ്ലാമിന് മുമ്പ് നടന്നതാണെങ്കിൽ, ഈ നിയമം വരുന്നതിന്റെ മുമ്പ് മേടിച്ച് ഷാപ്പിട്ടതാണെങ്കിൽ അതിൽ ഇളവുണ്ടാവും. പക്ഷേ നിയമം വന്നതിന് ശേഷം മേടിച്ചതോ തിരിച്ചു കൊടുക്കും വേണം. ഇൻ കുന്തും മുഅ്മിനീൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ട്
നിർത്തുന്നില്ല. അള്ള തുടർന്ന് പറയാ അടുത്ത ആയത്തില്. തുടർന്നുള്ള ആയത്ത് നോക്കൂ. ഫഇല്ലം തുഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. ഫഇല്ലം തുഫ്അലൂ, മര്യാദക്ക് നിങ്ങളോട് പറഞ്ഞു. എന്തു പറഞ്ഞു? പലിശന്റെ ഇടപാട് നടത്തുന്നവൻ ഭ്രാന്തനായിട്ടാണ് മശറയിൽ വരിക. കബർന്ന് എണീക്കുമ്പോ തന്നെ അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റൂല. കഠിന കഠോര അടി കിട്ടും. നിങ്ങളെ ന്യായീകരണം കൊണ്ട് നടന്നുകൊണ്ട് ഇതൊരു ബിസിനസ് അല്ലേ എന്നും പറഞ്ഞിട്ട് പലിശ കച്ചവടം നടത്തിയതുകൊണ്ടാണ് ഈ അടിയൊക്കെ പൊട്ടണേ. അള്ള നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അത് ക്രൂരതയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടും നിർത്തുന്നില്ല. ഫഇല്ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. ഇത്രയൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഈ ഇടപാട് നിർത്തുന്നില്ല എങ്കിൽ, നിങ്ങൾ നിർത്തിവെക്കുന്നില്ല എങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള കനത്ത യുദ്ധം ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അള്ളാഹു നിങ്ങളോട് യുദ്ധം തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധം തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ റസൂലിനുള്ള നിർദ്ദേശം എന്ത്? നബി തങ്ങളെ ഇത്രയൊക്കെ വഴന്നു പറഞ്ഞല്ലോ, ഇത്രയൊക്കെ ഉപദേശിച്ചല്ലോ, താക്കീത് നൽകിയല്ലോ, സുവാർത്ത അറിയിച്ചല്ലോ, മുന്നറിയിപ്പ് നൽകി, എല്ലാം നൽകിയല്ലോ. ഫഇല്ലം തുഫ്അലൂ, പലിശ ഇടപാടിൽ നിന്ന് രാജിവെച്ചവർ പുറത്തു വരുന്നില്ല എങ്കിൽ, അനുസരിക്കുന്നില്ല എങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, തങ്ങൾ ആയുധം എടുത്തിട്ടാണ് യുദ്ധം ചെയ്തോളൂ, വേണ്ടി വന്ന തല വെട്ടി കൊന്നോളൂ. ആരെ വിഷയാപ്പി പറയുന്ന? ഒരാളെ കൊന്നാളെ കൊല്ലുന്ന കാര്യമല്ല. ഇസ്ലാമിക ഭരണമുള്ള രാഷ്ട്രമാണെങ്കിൽ, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഭരണം നടക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടുത്തെ നിയമം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ആ രാജ്യത്തിന്റെ നിയമം? ഇസ്ലാമിക രാജ്യത്തിന്റെ നിയമം ഫഹഖുൻ അലാ ഇമാമിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ പലിശ ഇടപാട് ആരെങ്കിലും പരസ്യമായി നടത്തുന്നത് അറിഞ്ഞാൽ ഇമാം അവരെ വിളിപ്പിച്ചിട്ട് പറയാ സ്റ്റോപ്പ്, നിർത്തിയേക്കണം, നിർത്തിയിട്ട് തൗബ ചെയ്തേക്കണം. ഇമാം ഉത്തരവിടണം. ഈ ഇമാമിന്റെ ഉത്തരവനുസരിച്ചാ ഓക്കെ, അവരെ വെറുതെ വിടുക. ഇല്ല, ഇവർ അനുസരിച്ചില്ല എങ്കിൽ ളുരിബ ഉനുഖുഹു, നിരത്തി നിർത്തിയിട്ട് കഴുത്ത് വെട്ടണമെന്ന് ശരീഅത്ത് നിയമം. ഇവിടെ നടക്കൂലട്ടോ. ഇവിടെ ഇപ്പം നമ്മളാകെ കല്യാണം, അനന്തരാവകാശ, സിവിൽ നിയമങ്ങളിൽ ചില്ലറ നിയമമേ നമുക്കുള്ളൂ. അതും കൂടി എടുത്തു കളയാൻ പോവാന്നാ പറയണേ. പക്ഷെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു തരുന്നത് എന്ത്? ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഭരണാധികാരി താക്കീത് നൽകുക, സ്റ്റോപ്പ് ചെയ്യാൻ ആഹ്വാനം ചെയ്യുക, ഉത്തരവിടുക. അനുസരിക്കുന്നില്ലെങ്കിൽ ളുരിബ ഉനുഖുഹു, നിഷേധ മനോഭാവത്തോടെ പലിശയിൽ തുടരുന്നവന്റെ തല വെട്ടണമെന്ന് ശരീഅത്ത് നിയമമാണ്. അപ്പൊ ഇതിന്റെ ആ ഗൗരവം ആലോചിച്ച് നോക്കൂ. അള്ളി റസൂൽ ഇവിടുന്ന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇവിടുന്ന് മാത്രമല്ല, ആഖിറത്തിലും യുദ്ധമുണ്ട്. റഈസുൽ മുഫസ്സിരീൻ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ വിശദീകരിച്ചു പറഞ്ഞു തന്ന വാക്ക് തഫ്സീറുകളിൽ കാണാം. യുഖാലു യൗമൽ ഖിയാമത്തി ലിആകിലിർ റിബ ഖുദ് സിലാഹക ലിൽ ഹർബി. പലിശ തിന്ന, പലിശ മേടിച്ച, അതുകൊണ്ട് ജീവിച്ച വ്യക്തി പരലോകത്ത് വിചാരണ നാളിൽ സബാനിയാക്കളായ മലക്കുകൾ പറയും ആ മനുഷ്യനോട്, ഖുദ് സിലാഹക ലിൽ ഹർബി, യുദ്ധത്തിനുള്ള ആയുധമൊക്കെ എടുത്തോ, ഇവിടെ റെഡി ആയുധം. നരകപാറാവുകാരായ കിങ്കരന്മാരായ മലക്കുകൾ പറയാണ്, ഞങ്ങൾ ആയുധമൊക്കെ റെഡിയാണ് നിന്നോട് യുദ്ധം ചെയ്യാനുള്ള. ഖുദ് സിലാഹക ലിൽ ഹർബി, നിനക്ക് വേണ്ട ആയുധം എടുത്തോ. എന്താ ആയുധം അവിടെ കിട്ടുക? ഈ യുദ്ധപ്രഖ്യാപനം ദുനിയാവിലെ യുദ്ധാണ് അവരോട്. അല്ലാഹു റസൂലും പരലോകത്തും യുദ്ധമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തുടർന്നുള്ള ആയത്ത് നോക്കുക. വഇൻ തുബ്തും ഫലകും റൂസു അംവാലികും ലാ തള്ളിമൂന വലാ തുല്ലമൂൻ. ഓരോ ആയത്തും കുറെ വിശദീകരിക്കാണ്ട്. പക്ഷെ ഇനി നമുക്കതിങ്ങനെ നീട്ടിക്കൊണ്ടാവാൻ വയ്യല്ലോ. ഈ 8 ആയത്ത് പെട്ടെന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഇന്നത് ഉദ്ധരിക്കുന്നത്. അടുത്ത ആയത്ത് നോക്കൂ. നീതിയാണ് പറയുന്നത്. ഒരു സമയത്ത് പലിശന്റെ ഇടപാട് നടത്തിയ മനുഷ്യനോടും കരുണ കാണിക്കുന്നുണ്ട് അള്ളാഹ്.
അവനോട് നീതി കാണിക്കുന്നുണ്ട്. എന്ത്? വഇൻ തുബ്തും ഫലക്കും റൂസു അംവാലിക്കും ലാ തുൽലിമൂന വലാ തുല്ലമൂൻ. വഇൻ തുബ്തും, ഈ ഖുർആനികമായ കൽപ്പന കേട്ട്, പടച്ച തമ്പുരാന്റെ ഓഫറും താക്കീതും ഭീഷണിയും കേട്ട്, വഇൻ തുബ്തും, നിങ്ങൾ തൗബ ചെയ്യാൻ തയ്യാറായാൽ. പടച്ചവനത് ഇത്ര അപകടമാണോ അല്ലാഹ്? വേണ്ട അല്ലാഹ് എന്ന് തീരുമാനിച്ച് നിങ്ങൾ ആ ഇടപാടിൽ നിന്ന് മാറി വരാൻ, തിരിച്ചു പോരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഫലക്കും റൂസു അംവാലിക്കും, നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് മേടിക്കാം. പലിശക്ക് കൊടുത്തു 2 ലക്ഷം രൂപ, മാസം 4000 എന്നുള്ള വ്യവസ്ഥയിലാണ് കൊടുത്തത്. എന്നാൽ നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ ഫലക്കും റൂസു അംവാലിക്കും, മൂലധനം ഉണ്ടല്ലോ 2 ലക്ഷം കൊടുത്തത്, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾക്ക് മേടിക്കാം. പലിശ കൊടുത്തല്ലേ, തിരിച്ചെടുക്കാൻ പാടില്ല. അതാണ് ആദർശം എന്നൊക്കെ പറഞ്ഞിട്ട് മൂലധനം കൂടി പിടിച്ചു വെക്കുക. ലാ തള്ളിമൂന വലാ തുല്ലമൂൻ, നിങ്ങൾ ദ്രോഹിക്കരുത്, നിങ്ങൾ ദ്രോഹിക്കപ്പെടുകയും ചെയ്യേണ്ടതില്ല. ലാ തള്ളിമൂൻ, നിങ്ങൾ അധികം മേടിച്ചിട്ട് 2 ലക്ഷം പലിശ കൊടുത്തിട്ട് ആ 2 ലക്ഷത്തിനപ്പുറം എക്സ്ട്രാ പലിശ വാങ്ങി നിങ്ങൾ അക്രമം ചെയ്യരുത്. ലാ തള്ളിമൂൻ. ഫലക്കും റൂസു അംവാലിക്കും, മൂലധനം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ലാ തള്ളിമൂൻ, ഒരൊറ്റ പൈസ അധികം മേടിച്ച് അക്രമം ചെയ്യരുത്. വലാ തുല്ലമൂൻ, നിങ്ങളുടെ മൂലധനം വെട്ടിച്ചുരുക്കി നിങ്ങൾ ദ്രോഹിക്കപ്പെടുകയും വേണ്ട, നിങ്ങളുടെ അവകാശം ധ്വംസിക്കപ്പെടേണ്ട, മൂലധനത്തിൽ കുറവ് വന്ന് നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയും വേണ്ട, കൃത്യമായിട്ട് മതി. എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ ഒരു സ്ഥലത്തുനിന്ന് പലിശ മേടിച്ചു, പലിശക്ക് പൈസ മേടിച്ചു. എത്ര കൊല്ലം മുമ്പ്? 7 കൊല്ലം മുമ്പ് ഉദാഹരണമാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 5ആയിട്ടും 2ആയിട്ടും 10,000 കൊടുത്ത് 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 മൊത്തം 5.25 ലക്ഷം റുപ്യ എന്തായിട്ടുണ്ട്? പലിശ കൊടുത്തിട്ടുണ്ട്. ആകെ മേടിച്ചത് എത്രയാണ്? 5ആണ്. അങ്ങനെയൊക്കെ നടക്കുമല്ലോ. വട്ടിക്കാരെടുത്ത് അതും ഇതിനപ്പുറം നടക്കും. 5 എടുത്തിട്ട് കടപ്പാടം വരെ പോയ ആൾക്കാരുണ്ട്. 25 ലക്ഷം റുപ്യന്റെ വീട് 5 എടുത്ത ആള്. യംഹഖുല്ലാഹു റിബ, അള്ള തകർക്കുന്നു, അള്ള പറഞ്ഞേക്കണതല്ലേ. 5 ലക്ഷം റുപ്യ എടുത്തു 7 കൊല്ലം മുമ്പ്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 5, 2, 10 ഇങ്ങനെ അടച്ചടച്ചടച്ചടച്ച് 5.25 പലിശ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പൈസ ഇട്ടുള്ള ആളുകളെ ഞെളിഞ്ഞു നിന്നിട്ട് പറയാണ് 5 ലക്ഷം മൂലധനമുണ്ട്, മാസം മാസം അത് കിട്ടും വേണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് തൗബ ചെയ്യണമെങ്കിൽ, ഏ വ്യക്തി 5 കൊടുത്ത ആളുണ്ടല്ലോ, അയാൾക്ക് തൗബ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? നീ ഒറ്റ പൈസ മേടിക്കാൻ പാടില്ല, 5.25 കൊടുത്തിട്ടുണ്ടല്ലോ പലിശയായിട്ട്, 25,000 കണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അയാളെ തൗബ ശരിയാവുള്ളൂ. ഫലക്കും റൂസു അംവാലിക്കും, നിങ്ങളുടെ മൂലധനത്തിന് നിങ്ങൾക്ക് അധികാരമുണ്ടെന്നാ, പലിശക്ക് അധികാരമില്ല. അപ്പൊ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ മൂലധനം എത്ര രൂപ, പലിശ ഇനത്തിൽ എത്ര, പകുതിയെ കിട്ടിയിട്ടുള്ളൂ. ഇനി പകുതി ഉണ്ടെങ്കിൽ പകുതി മേടിക്കാം, പകുതി മേടിക്കാം. 2.5 ലക്ഷം പലിശ തുകയായിട്ട് അടഞ്ഞു പോയിട്ടുണ്ട്, ബാക്കി 2.5 മൂലധനത്തിൽ ഇവിടെ ഉണ്ട് എങ്കിൽ 2.5 അധികാരമുണ്ട്. അതിലേറെ 1 പൈസ ഏറെ മേടിക്കാൻ പാടില്ല. ലാ തള്ളിമൂൻ, 1 രൂപ അധികം വാങ്ങിച്ച് നിങ്ങൾ അക്രമം ചെയ്യരുത്. നിങ്ങളുടെ മൂലധനത്തിൽ കുറവ് വരുത്തി നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയും വേണ്ട. കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ മൂലധനത്തിന് അവകാശമുണ്ട് എന്ന് കരുതി സാധുവിന്റെ കയ്യിൽ പൈസ അല്ല തരാൻ. ഇവൻ പലിശക്ക് മേടിച്ചുകൊണ്ടായതാണ്. ഈ വ്യക്തി തൗബ ചെയ്യാൻ തീരുമാനിച്ചു കൊടുത്ത ആള്, അവൻ സാധു നിർവാഹമില്ലാതെ മേടിച്ചതാണ്. അപ്പോ തൗബ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ചെന്ന് പറയാണ്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൗബ ചെയ്തു. വഇൻ തുബ്തും ഫലക്കും റൂസു അംവാലിക്കും, തരാനുള്ള പൈസ കാട്ട്, ഈ പലിശയൊന്നും വേണ്ട, അങ്ങോട്ട് കാട്ട്. അപ്പൊ സാധു പറയില്ല, ഒരു രക്ഷയില്ല, ഉണ്ടാവുമ്പോ തരാന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ വീട് ജപ്തി ചെയ്യുക ഹറാമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കിംഗ് സിസ്റ്റത്തിൽ അതൊക്കെ നിയമമാണെങ്കിലും ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു, സാധുവായ ഞെരുക്കക്കാരനായ ദരിദ്രനായ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന വ്യക്തിയുടെ ഭവനം ഒരിക്കലും ജപ്തി ചെയ്യാവതല്ല. ജീവിതത്തിനാവശ്യമായ മെറ്റീരിയലുകൾ, ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കാൻ പാടില്ല. പലിശക്കാണ് വാങ്ങിയതും കൊടുത്തതും ഒക്കെ ശരി. മറ്റേ ആൾക്ക് പാവത്തിന് ഇത് തിരിച്ചുകൊടുക്കാൻ, മൂലധനം തിരിച്ചുകൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ അയാളെ ഒരു സാധനവും ജപ്തി ചെയ്യാൻ പാടില്ല. ഒരു സാധനം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അത്യാവശ്യമായ സംഗതി. അയാൾ ഇതിന്റെ കടം വീട്ടാതെ അങ്ങനെ വിലസി നടക്കുകയാണ്, കാറ് മാസം മാസം മാറ്റുകയാണ്, ആ വണ്ടി പിടിച്ചോണ്ടാ, ആ കീഴ്ത്തിട്ട് കൊണ്ടുവരാ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കിടക്കാനുള്ള വീടോ ജീവിക്കാൻ വേണ്ട ഉപകരണങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ പിടിച്ചടക്കാൻ പാടില്ല.
ഇതിനെന്ത് ചെയ്യണം? അല്ലാഹു പറയുന്നു അടുത്ത ആയത്തില്, وَإِن كَانَ ذُو عُسْرَةٍ فَنَظِرَةٌ إِلَى مَيْسَرَةٍ وَأَن تَصَدَّقُوا خَيْرٌ لَكُمْ إِن كُنتُمْ تَعْلَمُونَ. وَإِن كَانَ ذُو عُسْرَةٍ, ഈ പലിശക്ക് പൈസ മേടിച്ചു പോയ പാവം, പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചു പോയ പാവം, ദൂ ഉസ്റത്തിൻ, അയാൾ ടൈറ്റിലാണ്, സാമ്പത്തിക ഞെരുക്കത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് എങ്കിൽ അയാൾ ഉപദ്രവിക്കാൻ പാടില്ല. ഫനളിറത്തുൻ ഇലാ മൈസറ, ഒരു സാവകാശം കൊടുക്കുക, അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക, അവധി കൊടുക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു പറയാ വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, ആ സാധുവിന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് ബോധ്യായാല് സ്വതക്കയാക്കി ഒഴിവാക്കി കൊടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, അറിവിന്റെ വെളിച്ചം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ. അറിവില്ലാത്തവർക്ക് അത് തിരിയില്ല, അതിന് മനസ്സ് സമ്മതിക്കൂല്ല. ഇൽമ നിങ്ങളുടെ ഹൃദയത്തിൽ, യഥാർത്ഥ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവന്റെ കയ്യിൽ ഇല്ലാന്ന് ബോധ്യായാല് ഒഴിവാക്കി സ്വതക്കയാക്കി കൊടുക്കുക. കാര്യം അന്ന് ഞാൻ പലിശക്ക് തന്നതാണ്, നിന്റെ കയ്യിൽ മൂലധനം ഇല്ലേ, വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കി സ്വതക്കയാക്കി കൊടുക്കലാ നല്ലത് എന്ന് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അതെടുത്തേക്ക് എന്ന് പറയാം. ഹദീസിൽ കാണാം, ഒരു സഹാബി കടം കുമിഞ്ഞുകൂടി പരമദരിദ്രനായി വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നട്ടം തിരിയുന്ന ഒരു സഹാബി, പൈസ കിട്ടാനുള്ള ആള് പിറകെ വന്ന് ശല്യം ചെയ്യുന്നു. അവസാനം തിരുനബിയുടെ മുന്നിൽ ഈ കടക്കാരനായ ബാധ്യതയുള്ള സഹാബി ഹാജരാക്കപ്പെട്ടു. അയാൾ കൊണ്ടുവന്ന് നിർത്തി. റസൂലുള്ളാഹി എന്താ ചെയ്തത്? എന്താടാ അത്രയൊക്കെ പൈസ കടം വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക, മേടിക്കുമ്പോ നോക്കണ്ടേ, കൊടുക്കാൻ പറ്റൂല്ലേന്ന് ശാസിച്ചില്ല. എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ സഹോദരനെ സഹായിക്കാൻ നിങ്ങൾ ആരൊക്കെ തയ്യാറുണ്ട്? ഇദ്ദേഹത്തിന്റെ കടം വീട്ടാനുള്ള ഫണ്ടിലേക്ക് നിങ്ങൾ ആരൊക്കെ തരാൻ തയ്യാറുണ്ട്? സഹാബത്ത് പണസഞ്ചി എടുത്തു, ദിർഹം വെള്ളി നാണയമുള്ളവർ ഇട്ടുകൊടുത്തു, ദീനാറ് സ്വർണ്ണ നാണയമുള്ളവർ ഇട്ടുകൊടുത്തു. ഒരു കിഴിയിൽ എല്ലാവരും അവരവരെ കൊണ്ട് സാധിക്കുന്ന തുക. അവസാനം എണ്ണി നോക്കുമ്പോ കടത്തിന്റെ അളവിൽ ഫണ്ടായിട്ടില്ല, ഒരു പകുതിയോളൊക്കെ എത്തിയിട്ടുള്ളൂ. ഫുൾ കടം വീട്ടാനുള്ള തുക എന്നിട്ടും ആയില്ല. നബി തങ്ങൾ ആഹ്വാനം ചെയ്തു, സഹാബാക്കൾ എല്ലാവരും കൈവച്ചു. എണ്ണി നോക്കുമ്പോ ഫുള്ളില്ല. പൈസക്കാരനായ ആള് വിളിച്ചിട്ട് പറഞ്ഞതേ, ഇത്രയും രൂപയേ ഉള്ളൂ, നീ ഇത് മേടിക്കുക, പൊരുത്തപ്പെടുക, ആ സാധുവിനെ പൊരുത്തപ്പെട്ട് വെറുതെ വിടുക, ഒരു നയാ പൈസ ഭാവിയില്ല ആ സാധുവിനോട് ചോദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇസ്ലാമിക രാജ്യത്ത് കടത്തിൽ പെട്ടുപോയ നിർവാഹമില്ലാത്ത ആളുകൾക്ക് ഇളവ് ചെയ്തു കൊടുക്കാൻ ഭരണാധികാരികൾ പ്രോത്സാഹനം നൽകണം എന്ന് ഈ സംഭവം, ഈ ആയത്തും ഹദീസും വെച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. ഇത് വലിയ നേട്ടമുള്ള കാര്യാട്ടോ. ഇപ്പൊ പലിശക്കല്ല, പൊതുവേ നമ്മൾ കടം കൊടുത്തിട്ടും ഡിലേ വന്നാൽ, ഉടായിപ്പോണ്ടല്ല, നിർവാഹമില്ലാതെ ഡിലേ വന്നാൽ സമയം നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ ഫ്രീ ആക്കി സ്വതക്കയാക്കി, വലിയ പുണ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അർശിന്റെ തണല് കിട്ടും അത്തരക്കാർക്ക്. അത്തരക്കാരുടെ ഉള്ള ധനത്തിലുള്ള ബർക്കത്ത് ചെയ്യും ദുന്യാവില്. വേണ്ട, ഒരു നന്മയുമില്ലാത്ത ഒരു വ്യക്തി നാളെ പരലോകത്ത് അക്കൗണ്ടിൽ ഒരു നന്മയില്ല. ആകെയുള്ള നന്മ എന്താ? കടക്കാരെ ബുദ്ധിമുട്ടിക്കൂല, ഡേറ്റ് നീട്ടിക്കൊടുക്കും, നിർവാഹമില്ലാത്തവർക്ക് ഒഴിവാക്കി കൊടുക്കും. ഈ ഒരൊറ്റ ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനെ അള്ളാഹു സർവ്വപാപവും മാപ്പാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ സംഭവം സ്വഹീഹായ ഹദീസിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു അല്ലേ? ഒരു നന്മയില്ല ആ വ്യക്തിക്ക്. എന്തേ ഉള്ളൂ? ഈ കടം മേടിച്ചു പോയ ആളുകളോട് മാന്യമായി ഡീൽ ചെയ്യുക. ഇല്ല എന്ന് ബോധ്യപ്പെട്ട സ്വതക്കയാക്കുക. ഉണ്ട്, ഇന്ന ഡേറ്റിൽ, ആ ഡേറ്റിൽ കിട്ടുമ്പോ വാ എന്ന് പറയും. ഈ ഒറ്റ നന്മ കാരണം ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പോയ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ പ്രതിസന്ധി തീരാൻ. നമുക്ക് പ്രതിസന്ധി ഒരു നിലക്കല്ലെങ്കിൽ വേറൊരു നിലക്ക് പ്രതിസന്ധി ഉണ്ട്. ദുആക്ക് ഇജാബത്ത്, ഉത്തരം കിട്ടാൻ ഇത് നല്ല പണിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏത് കടം മേടിച്ചു പോയ ആളുകളോട് മാന്യമായി ഡീൽ ചെയ്യുക. അത് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാനും നമ്മുടെ പ്രതിസന്ധി ഒഴിഞ്ഞു പോകാനും. മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു, ഒരാളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വ അൻ തുക്ശഫ കുർബതുഹു, ഒരാളുടെ പ്രതിസന്ധി ഒഴിഞ്ഞു പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ,
കടം കൊണ്ട് ക്ലേശിക്കുന്ന മനുഷ്യന് സാവകാശവും എളുപ്പവും സൗകര്യവും ചെയ്തു കൊടുക്കുക. ഖാല റസൂലുള്ളാഹി. മാത്രല്ല ഈ ഗുണമുള്ള ആളെ അള്ള പെട്ടെന്ന് പിടികൂടൂല. ഈ ഗുണമുള്ള ആളെ പാവങ്ങളായ ദരിദ്രരായ ഫക്കീറന്മാരായ കടക്കെണിയിൽപ്പെട്ട മനുഷ്യന്മാരോട് കരുണ കാണിക്കുന്ന മനുഷ്യന്മാരില്ലേ, ഈ കരുണ കാണിക്കുന്ന മുതലാളിമാരെടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ തന്നെ അള്ള പെട്ടെന്ന് അടിക്കൂല. പിന്നെ എന്ത് ചെയ്യും? ആ സാധുവിനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ലേ, ഞാൻ ഇവനൊന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഒരു തെറ്റ് അപരാധം ചെയ്താൽ തന്നെ പെട്ടെന്ന് അള്ളാഹു ശിക്ഷിക്കൂല. അള്ളാഹു ആ മനുഷ്യന് തൗബ ചെയ്യാൻ അവസരം ഇങ്ങനെ കൊടുത്ത് വെയിറ്റ് ചെയ്യും. ഇങ്ങേര് ചെയ്യണ ആറാമ്പറപ്പൊക്കെ അള്ള എന്താവും, വെയിറ്റ് ചെയ്യും, താമസം ചെയ്തു കൊടുക്കും. മൻ അല്ലറ മുഅ്സിറൻ ഇലാ മൈസറതിഹി അല്ലറഹുല്ലാഹു ബിദംബിഹി ഇലാ തൗബതിഹി ഖാല റസൂലുള്ളാഹി. അങ്ങനെ ഹദീസ്. എങ്ങനെ? ഒരു കടക്കെണിയിൽപ്പെട്ട മനുഷ്യന് സൗകര്യം ചെയ്തു കൊടുത്താൽ സൗകര്യം ചെയ്തു കൊടുത്ത മുതലാളിയുടെ പാപങ്ങൾക്ക് അള്ളാഹു പെട്ടെന്ന് ശിക്ഷിക്കൂല. തൗബ ചെയ്യാനുള്ള അവസരം ഇങ്ങനെ ഉണ്ടാക്കി അയാൾ ആ കുറ്റത്തിൽ നിന്ന് അള്ളാഹു റിലീസാക്കിയെടുക്കും. ഇത്ര വലിയ നേട്ടമുള്ള കാര്യമാണ്. ഇരിക്കട്ടെ, അവസാനത്തെ ആയത്ത് ഫിനിഷിംഗ് ഉപസംഹരിക്കുകയാണ് അള്ളാഹു. സൂറത്തുൽ ബഖറയിലെ 281 ആയത്തോടെ പലിശ സംബന്ധമായ ചർച്ച ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. എന്തും പറഞ്ഞിട്ടാ അള്ളാഹു നിർത്തുന്നത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അള്ളാഹു ലാസ്റ്റ് പറയാണ്, പലിശ സംബന്ധമായിട്ട് അവസാനം പറഞ്ഞു നിർത്തുകയാണ്. വത്തഖൂ യൗമൻ, അല്ലയോ പലിശക്കാരായ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ഇത്ര പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇതാ ഞാൻ അവസാനം പറയുന്നു, നിങ്ങളൊരു ദിവസത്തെ പേടിച്ചോളൂ. ഏത് ദിവസത്തെ? തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളുടെ മരണ ദിവസം, നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന ദിവസം, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം, അതെ നിങ്ങളുടെ മരണദിനം. ആ ദിവസത്തെ നിങ്ങൾ പേടിച്ചോളൂ. അന്നത്തെ അപകടങ്ങളും അന്നത്തെ ഭയാനകമായ അവസ്ഥകളും അപമാനങ്ങളും ഓർത്തിട്ടെങ്കിലും നിങ്ങൾ പലിശയിൽ നിന്ന് രാജിവെക്കൂ. അല്ലാഹു വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അങ്ങനെ നിങ്ങൾ അന്ന് അവിടെ ചെന്നാൽ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, ഓരോരുത്തരും എന്താണോ ചെയ്തത് അതിനുള്ളത് അവിടെ കിട്ടും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. എന്താണോ ഒരു നഫ്സ് പ്രവർത്തിച്ചത് അതിനുള്ള പ്രതിഫലം അവിടെ പൂർത്തീകരിക്കപ്പെടും. വഹും ലാ യുല്ലമൂൻ, അകാരണമായി ഒരാളെയും ചൊറിയൂല, മാന്തൂല, കുത്തി നോവിക്കില്ല. ഒരിക്കലും അക്രമം ആരോടും ആ ദിവസത്തിൽ അള്ളാഹു കാണിക്കുകയില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് കൂടിയുമാണ്. അള്ളാഹു പിന്നെ ഖുർആൻ കൊണ്ട് സംസാരിച്ചിട്ടില്ല ലോകത്തോട്. പലിശ സംബന്ധമായി ഉപദേശിച്ച് ഉത്ബോധിപ്പിച്ച് താക്കീത് നൽകി അവസാനം മരണ ദിവസത്തെ പേടിച്ചോളൂ പലിശക്കാരെ, അവിടെ ചെന്നാലേ കിട്ടാനുള്ളത് കിട്ടും എന്നും പറഞ്ഞിട്ട് ഖുർആൻ തന്നെ ഫുൾ സ്റ്റോപ്പായി. പിന്നെ 9 ദിവസം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്താകുകയാണ്. ഈ ആയത്തിറങ്ങിയിട്ട് പിന്നെ ഖുർആൻ ഒറ്റ ആയത്തും ഇറങ്ങിയിട്ടില്ല. വഹി നിലച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ വചനവും കൊണ്ട് പിന്നെ വന്നില്ല. ആഖിറുമാ ഉൻസില മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് അവസാനമായി ഇറക്കപ്പെട്ടത് പലിശയുമായി ബന്ധപ്പെട്ടുള്ള താക്കീതു തന്നെയാണ്. പിന്നെ ഖുർആൻ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഗൗരവം ആലോചിച്ച് നോക്കുക. അള്ളാഹു ഖുർആൻ പറഞ്ഞു നിർത്തിയത് പലിശ വേണ്ട, മരിച്ചു വേണമെന്നുള്ള ഓർമ്മ വേണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് നിർത്തിയത്. മുഅ്മിനീങ്ങളെ, ഈ ഇടപാട് നിർത്തിക്കോളൂ. എന്റെ ശബ്ദം ചില ഇത്തമാർക്കൊക്കെ ആ പണിയൊക്കെ ഉണ്ട്. ഏത് 10,000 ആണെങ്കിലും മരുന്ന് മേടിക്കാൻ ഇല്ലായിട്ടല്ലേ, അതിനല്ല വേറെ മാർഗമുണ്ടല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി അതിനൊക്കെ ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മരുന്നിന് തികയുന്നില്ലേ, അതിന് അടുത്ത സംവിധാനം ഇവിടെ ഒരുക്കും. ആ ഇടപാട് പാടില്ല, നിർത്തിയേ പറ്റുള്ളൂ. ഇനി നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ഉത്തരവാദിത്തം നിറവേറ്റി. ഞാൻ മലപ്പുറത്തുനിന്ന് എന്റെ പോക്കറ്റിലിട്ട് എന്തോ കുറിപ്പ് കൊണ്ടുവന്ന് വായിച്ചതല്ല നിങ്ങളോട്, അല്ല. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ നേരെ മലയാള ഭാഷാർത്ഥം നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് സാധു ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇത് അവസാനിപ്പിക്കുക. ഇനി ഇത് സംബന്ധമായി ചില മസ്അലകൾ, ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡ് ആവുമ്പോൾ കുറച്ച് പലിശ സംഖ്യ കിട്ടും, അതുപോലെ തന്നെ ഗത്യന്തരമില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നാൽ എന്താ നിയമം എന്നിത്യാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് സംസാരിക്കാനുണ്ട്. ഈ വൃത്തികെട്ട ക്രൂരതയിൽ നിന്ന്, ഈ വൃത്തികെട്ട അനീതിയിൽ നിന്ന് അല്ലാഹു നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ. ആ തിന്മയിൽ വിരാജിക്കുന്ന പണക്കാരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സൽബുദ്ധി കൊടുത്ത് തൗബക്ക് അവസരം കൊടുക്കുമാറാകട്ടെ.